ടിബറ്റിനെ ചൈനയ്ക്ക് വിട്ടുകൊടുത്തും കശ്മീരിന് പ്രത്യേക പദവി നൽകിയതും കോൺഗ്രസിൽ കുടുംബവാഴ്ചയ്ക്ക് തുടക്കമിട്ടതും ഉൾപ്പെടെ ജവഹർലാൽ എന്ന ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ചെയ്ത അബദ്ധങ്ങൾ അക്കമിട്ട് നിരത്തി ബി.ജെ.പി. എം.പി. നിഷികാന്ത് ദുബെ. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു തങ്ങളുടെ കുടുംബ സ്വത്താണെന്നും അദ്ദേഹത്തിന്റെ എല്ലാ ചെയ്തികളിലും തങ്ങൾക്ക് മാത്രമാണ് അവകാശമെന്നുമുള്ള രീതിയിലാണ് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും സഭയിൽ പെരുമാറുന്നത്. രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നെഹ്റുവിന്റെ വാക്കുകളും പ്രവൃത്തികളും വിലയിരുത്താൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും നിഷികാന്ത് ദുബെ അഭിപ്രായപ്പെട്ടു. പഴയ കാലങ്ങളെ വെറുതെ വിടൂ എന്നാണ് പ്രിയങ്ക ഗാന്ധി പറയുന്നത്. അത് ശരിയാവില്ല. ഭൂതകാലം മറക്കുന്ന സമൂഹവും വ്യക്തിയും സമുദായവും നശിക്കും. ഭൂതകാലത്തിൽ നിന്നും പഠിച്ച് നമ്മൾ വർത്തമാനകാലത്ത് ജീവിക്കണം. കശ്മീരിനെ കുറിച്ചും ചൈനയെ കുറിച്ചുമാണ് പാർലമെന്റ് ചർച്ച ചെയ്യുന്നത്. നെഹ്റു നിങ്ങളുടെ അപ്പൂപ്പനായിരിക്കാം, പക്ഷെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ വിമർശിക്കാൻ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് അവകാശമുണ്ട്. രാഹുലിനും പ്രിയങ്കയ്ക്കും നെഹ്റുവിനും മേൽ സവിശേഷ അധികാരമൊന്നുമില്ല. നെഹ്റു രചിച്ച ലോക ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന കൃതിയിൽ മുഹമ്മദ് ഗസ്നിയെ ഒരു യുദ്ധവീരൻ എന്ന നിലയ്ക്കാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം ചിന്തകളിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി ഏത് തരം മാനസികാവസ്ഥയാണ് ഇപ്പോഴും തുടരുന്നതെന്ന് കാണാൻ കഴിയും. 1001 മുതൽ 1027 വരെയുള്ള കാലഘട്ടത്തിൽ പലതവണ ഇന്ത്യയെ ആക്രമിച്ച് ഇവിടുത്തെ നഗരങ്ങളെയും സമ്പന്ന ക്ഷേത്രങ്ങളെയും കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്ത ക്രൂരനാണ് മുഹമ്മദ് ഗസ്നി എന്നും നിഷികാന്ത് ദുബെ പറഞ്ഞു. ഇന്ത്യ വിഭജനത്തിന് പിന്നിൽ മുഹമ്മദ് അലി ചിന്നിയും ലിയാഖത്ത് അലിഖാനുമാണ്. പക്ഷേ അതിന് പിന്നിൽ നെഹ്റു കോൺഗ്രസിൽ കുടുംബവാഴ്ച നടപ്പാക്കിയതും ഒരു കാരണമാണ്. കോൺഗ്രസിന്റെ കുടുംബ രാഷ്ട്രീയം എങ്ങനെയാണ് രാജ്യത്തെ ബാധിച്ചത് എന്നതിന് ഒരു ഉദാഹരണം പറയാം. നെഹ്റു തന്റെ സഹോദരിയായ വിജയലക്ഷ്മി പണ്ഡിറ്റിനെ മോസ്കോയിലെ ഇന്ത്യൻ അംബാസിഡറാക്കി. ഇത് വിദേശത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞു വന്ന മിടുക്കനായ അഭിഭാഷകൻ കൂടിയായ ലിയാഖത്ത് അലിഖാനിൽ വല്ലാത്ത വിഷമമുണ്ടാക്കി. അതാണ് അദ്ദേഹം ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയത്. ഇന്നും ഈ കുടുംബവാഴ്ച തന്നെയാണ് കോൺഗ്രസ് പിന്തുടരുന്നത്. അതാണ് കോൺഗ്രസിനെയും രാജ്യത്തെയും ഈ അധോഗതിയിലാക്കിയെന്നും നിഷികാന്ത് ദുബെ പറയുന്നു. 1942 ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടൂ എന്നാവശ്യപ്പെട്ട് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ശക്തമാക്കി. പക്ഷേ കശ്മീർ രാജാവ് കശ്മീർ വിടൂ എന്ന രീതിയിലേക്ക് ഷെയ്ഖ് അബ്ദുള്ള കശ്മീരിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ മാറ്റി. പക്ഷേ ഗിന്ന കശ്മീർ രാജാവിനെ പിന്തുണച്ചു. ഷെയ്ഖ് അബ്ദുള്ളയുടെ സുഹൃത്തായ നെഹ്റു തന്നെ പിന്തുണച്ചേക്കില്ലെന്ന് കശ്മീർ രാജാവ് കരുതി. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ചേരണോ വേണ്ടോ എന്ന തീരുമാനം കശ്മീർ രാജാവ് നീട്ടിക്കൊണ്ടുപോയത്. അത് ഇന്ത്യക്ക് ശാപമായി മാറി. കശ്മീരിന് 370 വകുപ്പ് പ്രകാരം പ്രത്യേക അവകാശങ്ങൾ നൽകാനുള്ള നെഹ്റുവിന്റെ തീരുമാനത്തെയും അദ്ദേഹം വിമർശിച്ചു. മറ്റ് 600 രാജഭരണ പ്രദേശം പോലെ തന്നെയാണ് കശ്മീർ രാജാവും ഇന്ത്യയിൽ ലയിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഉത്തർപ്രദേശിലെയോ മണിപ്പൂരിലെയോ മറ്റു പ്രദേശങ്ങളിലെയോ നാട്ടുരാജാക്കൾക്ക് നൽകാത്ത പ്രത്യേക അവകാശം ജമ്മു കശ്മീരിന് മാത്രം എന്തിനാണ് നെഹ്റു നൽകിയത്? കശ്മീരിന്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് നെഹ്റുവും ഗാന്ധിയുമാണ് കാരണക്കാരെങ്കിൽ അവരെ അതിന് ഞങ്ങൾ ഉത്തരവാദികളാക്കും. അതിന് രാഹുലും പ്രിയങ്കയും കോപിക്കുന്നത് എന്തിനാണ് എന്നാണ് നിഷികാന്ത് ദുബെ ചോദിക്കുന്നത്. അതുപോലെ ടിബറ്റിനെ ചൈനയ്ക്ക് വിട്ടുകൊടുത്തതിനു പിന്നിൽ നെഹ്റുവാണെന്നും നിഷികാന്ത് ദുബെ കുറ്റപ്പെടുത്തി. അതാണ് ചൈനയ്ക്ക് ഇന്ത്യൻ അതിർത്തികളിൽ കൂടുതൽ ആക്രമണം നടത്താൻ ധൈര്യം പകർന്നതെന്നും നിഷികാന്ത് ദുബെ പറഞ്ഞു.